ഓക്കെ. സോ നമ്മൾ 1, 2, 3 മോഡ്യൂള് മാത്സിൻ്റെ ബേസ് കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൽ നമ്മൾ പൈത്തണിൻ്റെ അനലിറ്റിക്കൽ പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി എന്ന് പറയുന്നത് സ്കൈപ്പൈ ആണ്. സ്കൈപ്പൈ എന്നതിൻ്റെ ഫുൾ ഫോം സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ആണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ഒരു ടോപ്പ് ഓഫ് നമ്പയുടെ മുകളിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഞാൻ കുറച്ച് പറയണത് നമ്മളുടെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇതിൽ മോഡ്യൂൾ മൊത്തത്തിൽ വരുന്നത്. ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് വരുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഒരു ഫിക്സ്ഡ് ഇന്റർവൽ ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു സ്പേസിൽ എത്ര ഫിക്സ്ഡ് നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഒക്കെ അറിയുന്നുണ്ടാവും. ഓക്കെ, അതിനൊരു ഗീവൺ ആയിട്ടുള്ള ആവറേജ് റേറ്റും നമുക്ക് തന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബിലിറ്റിനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അതിന് ഫോർമുല ഉണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇ റേസ് ടു മൈനസ് ലാംഡ കെ ലാംഡ റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. ഇത് ലാംഡ എന്ന് പറയുന്നതാണ് മീൻ നമ്പർ ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. കെ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒക്കറൻസസ്, ഇ എന്ന് പറഞ്ഞാൽ ഹ്യൂലേഴ്സ് കോൺസ്റ്റന്റ് ആണ്. 2.718 അതിന് ആൻസർ വരും. ഓക്കെ, അതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൾ സെൻറ്റർ ആവറേജ് ആയിട്ട് റിസീവ് ചെയ്യുന്നത് 5 കോൾസ് ആണ് പെർ മിനിറ്റ്. ഓക്കെ, എന്താണ് അതിൻ്റെ പ്രോബിലിറ്റി? 7 കോൾസ് എക്സാക്ട്ലി വിളിക്കാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലാംഡ ആണെന്ന് അറിയാം. അപ്പോൾ ലാംഡ ഈക്വൽ ടു 5 ആണെന്നും നമ്മുടെ നമ്പർ ഓഫ് ഒക്കറൻസസ് എന്നത് K7 ആണെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമ്മളത് പ്രോഗ്രാമിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൈപ്പൈയുടെ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് നമ്മൾ ലൈബ്രറിത്തെ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ ഒരുപാട് ഫംഗ്ഷൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ അത് വിളിക്കാൻ വേണ്ടി നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടി വിളിക്കാൻ വേണ്ടി ഒരു വാരിയബിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആസ് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് സ്കൈപ്പൈ ഡോട്ട് സ്റ്റാറ്റ്സ് ആസ് എസ്. ഓക്കെ, എസ് എന്ന് പറഞ്ഞെടുത്തു. ലാംഡ നമ്മളൊരു വാല്യൂ എൽ എ എന്ന് പറഞ്ഞൊരു വാരിയബിൾ എടുത്തു, കെ എന്ന് പറഞ്ഞൊരു വാരിയബിൾ എടുത്തു. രണ്ടിനും നമ്മൾ വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് ഡോട്ട് പോയിസൺ ഡോട്ട് പി എം എഫ്. എന്തുകൊണ്ട് അവിടെ പി എം എഫ് എന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് അതായത് പോയിസൺ ഡോട്ട് പി എം എഫ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് 2 വാല്യൂസ് ആണ് ഉള്ളത്. ഒന്ന് കെയും ലാംഡയും. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒക്കറൻസസ്, ലാംഡ പറഞ്ഞ ആവറേജ് റേറ്റ്. ഈ വാല്യൂസ്, ഈ പാരാമീറ്റേഴ്സ് ഒരിക്കലും പി എം എഫിൽ മാറാൻ പാടില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അതിനുശേഷം ഈ വാല്യൂ ഒന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് വയ്ക്കുക. ഇത്രയും നമുക്ക് പോയിസണിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന കൂടെ നമുക്ക് മാറ്റ്പ്ലോട്ട്ലിബിന്റെ പ്ലോട്ടിംഗ് ചിലപ്പോൾ ചോദിക്കും. സൈമുലേറ്റ് യു എന്നൊക്കെ പറഞ്ഞു വന്നാൽ അറിയേണ്ടത് നമ്മൾ മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ചെയ്ത വാല്യൂസുകളെ നമുക്കൊന്ന് ഒരു എന്താ പറയുക, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കാനാണ് മാറ്റ്പ്ലോട്ട്ലിബ് യൂസ് ചെയ്യുന്നത്. മാറ്റ്പ്ലോട്ട്ലിബിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ പ്ലോട്ടിംഗ് ലൈബ്രറി എന്നാണ്. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസുകൾ ഒരുപാട് എണ്ണമുണ്ട്. നമുക്ക് പലതരം ഗ്രാഫ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഒരു ഗ്രാഫിന് എക്സും വൈയും പ്ലോട്ട് ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു, വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിലൊരു ലൈൻ പ്ലോട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ PLT ഡോട്ട് പ്ലോട്ട് ആണ്. ഇപ്പോൾ നമുക്ക് സ്കാറ്റർ പ്ലോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ PLT ഡോട്ട് സ്കാറ്റർ ആണ്. ബാർ ചാർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ PLT ഡോട്ട് ബാർ ആണ്. ഹിസ്റ്റോഗ്രാം കിട്ടണമെങ്കിൽ PLT ഡോട്ട് ഹിസ്റ്റ് ആണ്. പൈ ആണെങ്കിൽ സൈസും അതിൻ്റെ ലേബലും കൊടുത്താൽ മതി. ഇനി നമുക്കറിയാം, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് തന്നെ എക്സ് ലേബലും വൈ ലേബലും കൊടുക്കാറുണ്ട്. അപ്പോൾ എക്സ് ലേബൽ കൊടുക്കാൻ വേണ്ടി PLT ഡോട്ട് എക്സ് ലേബൽ, വൈ ലേബൽ കൊടുക്കാൻ വേണ്ടി വൈ ലേബൽ, PLT ഡോട്ട് വൈ ലേബൽ. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ PLT ഡോട്ട് ടൈറ്റിൽ. ഇനി നമുക്ക് ഗ്രിഡ് പോലെ കൊടുക്കണമെങ്കിൽ PLT ഡോട്ട് ഗ്രിഡ്. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്ത് കാണിക്കണേ PLT ഡോട്ട് ഷോ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സീരീസിനൊക്കെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. A call center receives an average of 4 calls per minute. Okay, simulate the number of calls received in 1 minute using Poisson distribution for 1000 minutes. ഇവിടെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമുക്ക് ആവറേജ് റേറ്റ് എത്രയാണെന്ന് മനസ്സിലായി. അതുപോലെ കെ എന്താണെന്ന് മനസ്സിലായി. കെ എന്ന് പറയുന്നത് നമുക്ക് 1000ഉം ലാംഡ എന്ന് പറയുന്നത് 4 മിനിറ്റ്സും ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇമ്പോർട്ട് സ്കൈപ്പൈ ഡോട്ട് അത് ചെയ്തു. അതിനുശേഷം നമ്മൾ PMF വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എസ് ഡോട്ട് പോയിസൺ ഡോട്ട് PMF കെയും ലാംഡയും കൊടുത്തു. ഓക്കെ, അത്രേ ചെയ്തുള്ളൂ. ആ MU ഈക്വൽ ടു ഒന്നും കൊടുക്കേണ്ട, കെ ലാംഡ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ സൈമുലേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0 ആയിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ മിക്കതും പോയിസൺ വാല്യൂസ് ഒക്കെ സിംഗിൾ ഡിജിറ്റ് നമ്പർ ആയിരിക്കും. സിംഗിൾ ഡിജിറ്റ് നമ്പർ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കിയതാണ്. എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ എക്സും അതുപോലെ PMF വാല്യൂ രണ്ടും ഞാനൊന്ന് ജനറേറ്റ് ചെയ്യണത് കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്. എന്താ വെച്ചാൽ എക്സ് എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ ഈ ഒരു കെ എന്നുള്ള വാല്യൂ, ഈ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ഒരു സിംഗിൾ വാല്യൂ കിട്ടുന്നതുകൊണ്ട് ഞാൻ അതിന് റേഞ്ച് ഓഫ് 0,60 എന്ന് പറഞ്ഞാൽ 0 മുതൽ 16 വരെ എന്നുള്ള ഒരു വാരിയേഷൻ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, PMF വാല്യൂ ഒന്നുകൂടി കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, പക്ഷേങ്കിൽ ആ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഒരിക്കലും പ്ലോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. ബിക്കോസ് PMF വാല്യൂ എപ്പോഴും സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും. സോ ഒരു മൾട്ടിപ്പിൾ ഡിജിറ്റ്സ് ഓഫ് വാല്യൂസ് നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് XY ആക്സിസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്,
ഒന്നും കൂടി ഒരു പി എം എഫ് വാല്യൂ ഈക്വൽ ടു എസ് ഡോട്ട് പോയിസൺ ഡോട്ട് പി എം എഫ്. കെക്ക് പകരം ഞാൻ ഇവിടെ 1000 എന്നുള്ള വാല്യൂക്ക് പകരം നമ്മളവിടെ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി പി എൽ ടി ഡോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലോട്ട് ലൈൻ പ്ലോട്ട് കിട്ടാനാണ് എക്സ് വൈ എന്നുള്ള വാല്യൂ കൊടുത്തു. ഈ സെന്റൻസുകൾ ഇല്ലെങ്കിൽ കൂടി ഇത് വർക്കാവും. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. ഇനി പി എൽ ടു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂസുകൾ. എക്സ് ലേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ലേബിൾ കാണിക്കാൻ. വൈ ലേബിൾ എന്ന് പറഞ്ഞാൽ വൈ ലേബിൾ കാണിക്കാൻ. ഗ്രിഡ് ഷോ ചെയ്യാൻ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് ഒരു ചെറിയ പ്ലോട്ട് കാണാൻ പറ്റും. കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു ഗ്രാഫ്, അതിൽ ഗ്രിഡ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ടൈറ്റിൽ പോയിസൺ പി എം എഫ് ആണ്. എക്സ് ലേബിൾ നമ്പർ ഓഫ് കോൾസ് പെർ മിനിറ്റ് ആണ്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ, അതായത് വൈ ആക്സിസിൽ വന്നു. അങ്ങനെയാണ് നമ്മളൊരു പ്ലോട്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ചിലപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൊടുത്ത വാല്യൂ വെച്ച് നമുക്ക് ചിലപ്പോൾ പ്രൂഫ് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇഫ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല, എക്സിന് മാത്രം ഒരു വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് എക്സ് കോമ ഈ പി എം എഫ് വാല്യൂ കൊടുത്താൽ കറക്റ്റായിട്ട് വർക്കാവും. ജസ്റ്റ് ഒന്ന് വീഡിയോ ഹോൾഡ് ചെയ്ത ശേഷം മാത്രം ഒന്ന് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് ഇതൊന്ന് എന്താ ചെയ്തിരിക്കുന്നത് നോക്കുക, എന്നിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.